ഒരിക്കലും ഇനി എന്റെ ലൈഫിൽ ഒരാൾക്ക് എന്നെ ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റത്തില്ല, കെയർ ചെയ്യാൻ പറ്റത്തില്ല ഒരാണിൽ നിന്ന്. സ്ത്രീയായി മാറി എന്ന് പറഞ്ഞിട്ട് ജാസി എന്നെ സ്വയം പറയുകയും ചെയ്തു, ഗർഭിണിയാന്ന് പറയുകയും ചെയ്തു. ആ സത്യത്തിൽ എന്താണ്? ചില തെണ്ടി ചെക്കന്മാര് എവിടെ വെച്ചാൽ മരം കൊത്തി എന്ന് വിളിച്ചിട്ട് ഇപ്രാവശ്യം എന്തായാലും ഉണ്ടാവും ജാസിന്റെ ഉണ്ടാവും. ബിഗ് ബോസിൽ ഉറപ്പാണ്. നമ്മളിപ്പോ ജാസിയുടെ വീട്ടിൽ പോയാല് ഒരു ബെഡിലാണ് കിടന്നുറങ്ങുക. ഞാനിവിടെ, ജാസി ഇവിടെ, ആഷി ഇവിടെ. ട്രാൻസ് വിമൻ ഞങ്ങൾ സ്ത്രീയായിട്ട് മാറിയെന്ന് പറയുമ്പോഴും സമൂഹം അവരോട് ചോദിക്കുന്ന 2-3 ചോദ്യമുണ്ട്. ഒരു ട്രാൻസ് വിമനൊക്കെ ഒരു കുഞ്ഞിനെ കിട്ടി അവരെ ജീവനെക്കാളും പൊന്നുപോലെ നോക്കും. പുരുഷന്മാരില് ഭൂരിഭാഗം പേരും ബൈസെക്ഷൽസാ. അത് നമ്മൾ തുറന്നു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ മനസ്സിലായില്ലേ? യെസ്, മനസ്സിലായി. ഗേൾസിലും കുറെയൊക്കെ ഉണ്ട്. ഇപ്പൊ മാറുന്നില്ലേ ഒരുപാട്. പണ്ടും ഉണ്ട്, പക്ഷെ പണ്ടൊക്കെ ആളുകൾക്ക് അത് തുറന്നു പറയാനുള്ള ഒരു ബുദ്ധിമുട്ട്. യെസ്, 100%. ഞാൻ ഈ എന്റെ കല്യാണം മുടങ്ങിയ ശേഷം കേട്ടോ, കാരണം അത് പറഞ്ഞു വരാമെങ്കിൽ എന്റെ കല്യാണ സമയത്തിന് ഞാൻ ആ റിലേഷൻ നിൽക്കുന്ന സമയത്തിന് എനിക്ക് ദുബായിൽ, ഞാൻ വേറില്ല, അപ്പോൾ ദുബായിൽ എനിക്ക് ഇങ്ങനെ സ്ഥിരം ഒരാളിൽ നിന്ന് ഇങ്ങനെ മെസ്സേജ്, അപ്പോഴും ആ സമയത്തൊക്കെ ഞാൻ അവോയ്ഡ് ചെയ്ത് കിട്ടാം. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഭയങ്കര ഡിപ്രഷൻ നിൽക്കുന്ന സമയം എന്ന് വെച്ചാല് നമ്മള് ഈ കല്യാണം വീട്ടിൽ സമ്മതിക്കാത്ത കല്യാണം. അപ്പൊ ഞാൻ എന്റെ അമ്മയുടെ മുന്നിൽ ഈ സംഭവം വിളിച്ച് കരഞ്ഞിട്ടില്ല, വിഷമം സമയത്ത് ഒന്നും സംഭവിച്ചിട്ടില്ല. ആ സമയത്താണ് എനിക്ക് ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ റീപ്ലൈ ചെയ്ത് ആ സംഭവം ആള് നല്ല രീതിയിൽ എന്നോട് ഒരു സംസാരിച്ചു തുടങ്ങി. അപ്പോഴീ സ്കൈപ്പാണ് യൂസ് ചെയ്യുന്നത്. സ്കൈപ്പിൽ വീഡിയോ കോൾ ചെയ്ത് നമ്മൾ എപ്പോഴും സംസാരിക്കാറുണ്ട്. അങ്ങനെ എൻ്റെ ലൈഫിൽ ഒരു 2-3 വർഷം ആ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. ഒരിക്കലും ഇനി എൻ്റെ ലൈഫിൽ ഒരാൾക്ക് എന്നെ ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റത്തില്ല, കെയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒരാണിൽ നിന്ന്. കാരണം ഒരു 6 മാസം ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട്, അപ്പൊ ആളിന്റെ ഭാഗത്ത് നിന്ന് മോശമായിട്ട് ഒരു സംസാരം പോലും ഇല്ല കേട്ടോ, ഒന്നുമില്ല. സ്നേഹിക്കാന്ന് പറയുമ്പോ ആളുടെ കാര്യങ്ങൾ എന്നോട് പറയുക, എന്റെ കാര്യങ്ങൾ അങ്ങോട്ട് പറയുക. അപ്പോഴേ ഞാനെന്ന് വെച്ചാല് ആരിൽ നിന്നാണ് ഒരു കെയർ കിട്ടുക എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. ആരിൽ നിന്നാണ് നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ തുറന്ന് പറയാൻ, നമുക്ക് ഇപ്പം വീട്ടിൽ അമ്മയടുത്തും എൻ്റെ ബ്രദറിനോടും ഒക്കെ പറയാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ തുറന്ന് പറയുന്ന ഒരാളെന്ന നിലയിലാണ് ആളുമായിട്ട് സംസാരിച്ചു തുടങ്ങി. ഒരു 6 മാസം ആ റിലേഷൻ അങ്ങനെ നീണ്ടുപോയി. അവിടെ നിന്ന് അപ്പൊ ആളെന്നോട് ചോദിച്ചു നമുക്ക് നേരിട്ട് കാണണ്ടേ എന്ന് ചോദിച്ചു. അപ്പോ ഒരു ബഹ്റൈനിൽ ഒരു നോമ്പ് സമയത്തിന് ഞാനിങ്ങനെ ദുബായിൽ ആളെ എന്നെ ടിക്കറ്റ് വിസ ഒക്കെ എടുത്തിരുന്നു. അങ്ങനെ പോയി. അങ്ങനെ ലൈഫിൽ 2 വട്ടേ ഞാൻ ആളെ കണ്ടിട്ടുള്ളൂ. അപ്പോ പിന്നെ ഞങ്ങളെ റിലേഷൻ എന്ന് വെച്ചാൽ വീട്ടുകാരായിട്ടൊക്കെ എല്ലാം നല്ല ബന്ധത്തിലായി. എന്റെ വീട്ടിൽ അവൻ വിളിക്കാറുണ്ട്, അവന്റെ ഭാര്യനെ ഞാൻ വിളിക്കാറുണ്ട്, സംസാരിക്കാണ്ട് കാര്യങ്ങളെല്ലാം തിരക്കാറുണ്ട്. ആള് മാരീഡാണ്. ആളുടെ വൈഫ് നാട്ടില് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആള് അവിടെ ദുബായിൽ വലിയൊരു കമ്പനിയിൽ മാനേജറായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു സംഭവം. അങ്ങനെ ഒരു 2-3 വർഷം അങ്ങനെ ആ റിലേഷൻ. എന്ത് സംഭവിച്ചത്? ആകെ 2 വട്ടേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. ക്യൂരിയോസിറ്റി അല്ല, ഇതിങ്ങനൊക്കെ ഈ കേരളത്തിൽ സംഭവിക്കുന്നുണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഭൂരിഭാഗം വരുന്ന ആണുങ്ങൾ ഒരിക്കലും ഈ പറഞ്ഞ ബൈസെക്ഷൽ ഒന്നും അല്ല. സോ അങ്ങനെ അങ്ങോട്ട് ഒരു ഒറ്റയടിക്കാൻ പറഞ്ഞു വയ്ക്കാൻ അവനും പറ്റില്ല. സോ ഏകദേശം ഒരു 50% വയ്ക്കേ, ബാക്കി 50% പുരുഷന്മാരും നോർമലാണ്. നിങ്ങളുടെ ചിന്താഗതി നിങ്ങൾക്ക്, എന്റെ ചിന്താഗതി എനിക്ക്. ഞാൻ അത്രേ പറഞ്ഞുള്ളൂ. ഉണ്ടായിട്ടുണ്ട് 2 വട്ടം. സത്യാണ്, ഒരിക്കൽ ഞാൻ ദുബായിൽ പോയപ്പോ ഒരിക്കൽ ബഹ്റൈനിൽ എന്നെ ഇതിന്റെ താഴത്തെ കമന്റ് ഉണ്ടല്ലോ, കറക്റ്റ് ആയിട്ട് വരും. കമന്റ് വന്നോട്ടെ, ഞാനെന്താ ഈ വരുന്നതിൽ കൂടുതൽ കമന്റ് ഒന്നും പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞതാ. സത്യം, നമ്മളിപ്പോ കള്ളം പറയേണ്ട ആവശ്യമില്ലല്ലോ. ആയല്ലോ, സത്യാവസ്ഥയായല്ലോ, വിളിച്ചോട്ടെ, അത്രേ ഉള്ളൂ. അവിടെ നിന്ന് പിന്നെ ആ റിലേഷൻ അങ്ങനെ പോയി. പിന്നെ ഞാൻ ബഹ്റൈനിലേക്ക് വന്നു. പിന്നീടാണ് അത് കണ്ടാണ് ഞാൻ തിരിച്ച് ജോലിക്കായിട്ട് ഞാൻ ദുബായിൽ പോകുന്നത്. ഈ പുരുഷന്മാർ തമ്മിലുള്ള സ്നേഹം ഇതെങ്ങനെ സംഭവിക്കുന്ന സത്യത്തില് അല്ലെങ്കിൽ മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് ചോദിച്ചതാ. പുരുഷന്മാരായിട്ടുള്ള സ്നേഹം ഇപ്പൊ സ്ത്രീകളായിട്ട് ഇപ്പൊ സോഷ്യൽ മീഡിയ കാണുന്നില്ലേ, സ്നേഹിക്കുന്നില്ലേ? അത് ഓരോരുത്തർക്ക് തോന്നുന്നൊരു, ഞാനിപ്പോ ഞാൻ ആളെ വേണമെന്ന് പറഞ്ഞൊന്നും അങ്ങനെ സ്നേഹിച്ച ബെസ്റ്റ് ഫ്രണ്ട് എന്ന നിലയിൽ. കാരണം ആ ഒരു സമയത്ത് ടോട്ടലി മൈൻഡ് ഔട്ട് ആയി നിന്ന സമയത്ത് ഞാൻ ചോദിക്കുന്നത്, അത് ഒരാണിനെ സ്നേഹിക്കുന്നത്, ഇത് നിങ്ങൾ പ്രണയിക്കാൻ വേണ്ടിയിട്ടാണ്, ജീവിതം പ്രണയിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഈ പറഞ്ഞ പോലെ ശരീരമായിട്ടുള്ള ഒരു ബന്ധത്തിന് വേണ്ടി? പ്രണയമോ സെക്സോ അങ്ങനെ ഒന്നുമല്ല. നമ്മളിപ്പം തമ്മില് നമുക്ക് ഇപ്പൊ വീട്ടുകാരോടോ ആരോടും പറയാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് തമ്മിൽ സംസാരിക്കാൻ ഒരു ബെസ്റ്റ് ഫ്രണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ അവിടെ ഒരു പ്രണയമോ
അങ്ങനത്തെ സംഭവങ്ങളൊന്നുമല്ല. ഞാൻ അന്ന് ആ ടോട്ടലി മൈൻഡ് ഔട്ട് ആയിട്ട് നിന്നൊരു സമയത്ത് എന്നെ കേൾക്കാൻ ഒരാള് അങ്ങനെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അല്ല സ്വാഭാവികം, എന്തേ അല്ല നോർമൽ, എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു. നിങ്ങൾ തമ്മിലൊരു കെയറിങ് അല്ലെങ്കിൽ പരസ്പര സപ്പോർട്ട് ഇങ്ങനെയൊക്കെയാണ് ഉദ്ദേശിച്ചെങ്കിൽ പിന്നെ എങ്ങനെയാണ് അത് അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയതെന്നാണ് ഡൗട്ട്. അതോ കണ്ടപ്പോ നമ്മള് അല്ല അങ്ങനെയൊന്നുമല്ല, അത് പ്ലാനിങ് ഒന്നുമല്ല. അത് എങ്ങനെയായെന്ന് എനിക്കും അറിയത്തില്ല സത്യം. സച്ചു എന്താ സംഭവം, നമുക്ക് ഒരുപാട് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്, വർഷങ്ങളായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഫ്രണ്ട്സ് ഉണ്ട്. ഇവരായിട്ട് നല്ല സ്നേഹത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ നമ്മുടെ സുഹൃത്തുക്കളായിട്ട് ഈ ഫിസിക്കൽ റിലേഷൻഷിപ്പ് വരുന്നില്ല. പക്ഷെ ഇത് എവിടെയെങ്കിലും സംഭവിക്കുന്നതാണ് മനസ്സിലാവാത്തത്. പക്ഷെ അല്ല, ഞാൻ ആളോട് സംസാരിച്ച രീതി പറഞ്ഞാൽ അതിനായിട്ടല്ല, പക്ഷെ ആള് അതിനായിട്ടായിരിക്കും എന്നോട് സംസാരിച്ചു തുടങ്ങി. ഇപ്പൊ കോണ്ടാക്ട് ഒന്നുമില്ല. ഇപ്പം ഇടയ്ക്ക് രണ്ടുമണി എന്നെ വിളിച്ചിരുന്നു, ഞാൻ കോൾ എടുത്തില്ല. ആളുടെ ഫാമിലിയൊക്കെ അവിടെ ദുബായിൽ വന്നു. അങ്ങനെ കാരണം ഓള് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ സംഭവം അറിഞ്ഞിട്ട്. ആളുടെ വൈഫ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആളുടെ വൈഫ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ച് കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോഴാണ് പിന്നെ ഞാൻ റിലേഷൻ നിർത്തിയതാ. പിന്നെ എൻ്റെ ആളൊരു 5 പവന്റെ ഒരു വള മേടിച്ചിട്ടുണ്ടായിരുന്നു എന്നെ ദുബായിൽ ഞാൻ പോയ സമയത്ത്. ഫസ്റ്റ് നമ്മൾ കാണുമ്പോൾ ഞാൻ വള തിരിച്ചു കൊടുത്തു. പിന്നെ എൻ്റെ കുറച്ച് ആളുടെ പൈസ ഉണ്ടായിരുന്നു, അതെല്ലാം തിരിച്ചു കൊടുത്തു, എല്ലാം കൊടുത്തു. അങ്ങനെ ആളുടെ ഒരു സംഭവം എൻ്റെ ഇല്ല. എനിക്ക് വേണമെങ്കിൽ ആള് 5 പവന്റെ സ്വർണ്ണത്തിൽ ഇപ്പൊ എത്ര വരെ 5 ലക്ഷം 5-6 ലക്ഷം രൂപയില്ലേ. അതിലൊന്നും എനിക്ക് പൈസയോടോ സ്വർണ്ണത്തോടോ അങ്ങനത്തെ ഒന്നും ഒരു അർത്ഥമില്ല. ഞാൻ എല്ലാം തിരിച്ചു കൊടുത്ത ആൾക്ക്. കഴുത്തിലെടുക്കുന്ന സ്വർണ്ണമാണോ? അല്ല, സ്വർണ്ണം എന്റെ സ്വർണ്ണം എല്ലാം പണയാണ്. ഇത് മൊത്തം റോഡ് ഗോൾഡ്. എങ്ങനെ വിശ്വാസിയാണോ? ശരിക്കും ഭദ്രകാളി എനിക്ക് ഇഷ്ടമാണ്. എന്റെ വീടിനടുത്തൊരു കാരണം ഞാൻ പറഞ്ഞില്ലേ, നാട്ടിൽ എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഇല്ല. കാരണം എന്റെ കാര്യങ്ങൾ കേൾക്കാനോ എന്നെ കേട്ടിരിക്കാനോ ഒരു ഫ്രണ്ട് അങ്ങനെയല്ല. ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ റിലാക്സ് ചെയ്യുന്ന ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഇവിടെ ജാസിന് പറ്റി വരുമ്പോഴാണ്. കാരണം ജാസി ഈ റിലേഷൻ അതെങ്ങനെ നിങ്ങൾ കൊണ്ടുപോകുന്നു? ഞങ്ങള് എല്ലാം ജെന്യുവൻ ആയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് അന്ന് പോലെ ഒരു 6-7 വർഷമായിട്ട് ഞങ്ങൾ തമ്മിൽ അറിയാം. അത് അന്ന് ദുബായിൽ ദുബായിൽ വെച്ച് ഞങ്ങൾ അടുത്തടുത്താണ്. പോവാറുണ്ട്, വരാറുണ്ട്, കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. നമുക്ക് നമ്മളായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അവരെങ്ങനെയാ ശരിക്കും ഭാര്യ ഭർത്താക്കന്മാര് പ്യൂറായിട്ട്? ഇപ്പൊ ഞാൻ പുറത്തുനിന്നൊരു ആണും പെണ്ണും നമ്മൾ കാണുന്ന കേട്ടോ. പുറത്തുനിന്നൊരിപ്പം നിങ്ങൾ വൈഫായിട്ട് ജീവിക്കുന്നേക്കാളും ഇപ്പൊ നീ വൈഫായിട്ട് അടിപൊളിയായിട്ട് ജീവിക്കുന്ന അതിനേക്കാളും അപ്പുറമാണ് അവര്. സ്നേഹത്തിലും വിശ്വാസത്തിലും കഴിയുന്ന നമുക്ക് അറിയുന്ന കാര്യം കേട്ടോ. അങ്ങനെ പ്യൂറായിട്ടുള്ള ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നാണ്. മറ്റുള്ളവർ എന്ന് പറഞ്ഞോട്ടെ, അവർക്ക് അവരുടെ ഒരു കാഴ്ചപ്പാട്, നിലപാട്, ആ ഒരു ഇതിൽ അവർ പോകുന്നു മുന്നോട്ട്. ഇനി കല്യാണം ഒന്നും തീരുമാനിച്ചിട്ടില്ല. ശരിക്കും എത്ര ഏജ് ആയിട്ടുണ്ടാവും? ഏജ് പറയണോ? എല്ലാവർക്കും അറിയാൻ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. ഏകദേശം എത്ര തോന്നും കണ്ടാല്? കൂടി പോവോ? ഒരാളെ കണ്ടാല് ഏകദേശം ഒരു 38. ഓ, അത്ര അത് ഒരുപാട് കൂടി. അതല്ലേ കുറയ്ക്ക്. 32 ആയി. അപ്പൊ സെയിം ക്ലിക്ക്. പ്രായം കൊടുക്കലാന്ന് ഉദ്ദേശിച്ച് വിളിക്കരുത്. ഓക്കെ, അപ്പൊ ഇനി ബിസിനസ്സിലേക്ക് നാട്ടിൽ വന്നു, ബിസിനസ് ആരംഭിച്ചു, അമ്മയുടെ പേരിൽ തുടക്കം കുറിച്ചു. എങ്ങനെയാണ് ആ ഒരു ഐഡിയയിലേക്ക് എത്തിയത്? എനിക്ക് അവിടെ നിൽക്കുമ്പോൾ തന്നെ നാട്ടിൽ എന്തെങ്കിലും നമ്മുടേതായിട്ടൊരു സംഭവം നമുക്ക് ചെയ്യാനായിട്ട് സംഭവം ഇങ്ങനെ അങ്ങനെ ആലോചിച്ച് വന്നിട്ട് അങ്ങനെ ഞാൻ ഫസ്റ്റ് ഓൺലൈൻ ചെയ്യാന്ന് വിചാരിച്ച, സാരി മാത്രം ഓൺലൈൻ ചെയ്യാന്ന് വിചാരിച്ച. പിന്നെയാണ് അതൊരു ഷോപ്പായിട്ട്, വീട്ടിനടുത്ത് തന്നെ ഒരു ഷോപ്പായിട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പേര് ഞാൻ ഫസ്റ്റ് സെലക്ട് ചെയ്ത പേരാണ് അമ്മയുടെ പേര്. ആ പേരാണ് ഞാൻ ഫസ്റ്റ് സെലക്ട് ചെയ്തത്. പിന്നെ അത് പെട്ടെന്നായിരുന്നു, ഒരു 1.5 മാസം കൊണ്ട് എല്ലാം സെറ്റായ സംഭവം. അതായത് വിജയിച്ചു. ഓൺലൈനും ഓഫ്ലൈനും ആയിട്ട് നന്നായിട്ട് പോകുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ വരുന്ന പ്രൊഡക്ട്സ് എന്തൊക്കെയാണ്? സാരിയാണ് കൂടുതൽ. എല്ലാം ഉണ്ട്. ഷർട്ട്, പാന്റ്, സാരി, ചുരിദാർ, കുർത്തീസ്, അങ്ങനെ എല്ലാം ഉണ്ട്. ജുവൽസ്. ഓണത്തിന് അത് ഞാൻ ഷോപ്പ് ക്ലോസ് ആയിട്ടായി ഇപ്പൊ വന്നേ. ഇപ്പൊ എനിക്ക് എറണാകുളം ബ്രോഡ്വേ പോവാണ്ട്. അപ്പൊ കുറച്ച് സാധനങ്ങൾ മേടിക്കണ്ട, അതെല്ലാം കൂടി കണക്ക് കൂട്ടിയിട്ടായി വന്നേ. ഇപ്പൊ സഞ്ജുവിനാണ് ഇതൊക്കെ സെലക്ഷൻസും സ്റ്റാഫ് ഒരാളുണ്ട്. ജീവിതം അത്യാവശ്യം നല്ല അടുപ്പിച്ച് പോകുന്നു. നന്നായിട്ട് പോകുന്നുണ്ട്, ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ പക്ഷെ നമ്മൾ കുറെ പാഠങ്ങൾ പഠിച്ചു. ഇപ്പം ഞാൻ അന്ധമായിട്ട് എല്ലാവരും വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം ഇപ്പൊ പൈസ ആയിട്ടാണെങ്കിലും എന്താണെങ്കിലും ഞാൻ ഭയങ്കര അന്ധമായിട്ട് ഇപ്പൊ എന്നോട് കാണിക്കുന്ന സ്നേഹം ഞാൻ
ഇപ്പം എന്റെ കള്ളത്തിനോ അങ്ങനെ 100%, എനിക്കത് എവിടെയും തുറന്നത് 100% ജെന്യൂൻ ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ ഞാൻ എന്നെ പോലെയാണ് മറ്റൊരാളെയും കാണുന്നത്. അതിലെനിക്ക് ഒരുപാട് പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്. ഈ നാട്ടിൽ നിൽക്കുന്നവര് ചതിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഇഷ്ടം പോലെ. ഞാനൊരു 7 മാസം ജെന്യൂൻ ആയിട്ട് നിൽക്കുന്ന സാധാരണ ഇപ്പൊ പറഞ്ഞപ്പോ തന്നെ ആവശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാല് എന്റെ അനുഭവത്തിലുള്ളതാണ്. നമ്മളെ ഒരു ഇപ്പൊ പൈസ ആണെങ്കിൽ നമ്മൾ മേടിച്ചെടുക്കുന്നവർ അവർക്കൊരു ഭയങ്കര സ്നേഹമായിരിക്കും. അത് ഒരു ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് തരുള്ളൂ. എന്റെ അനുഭവത്തിലുള്ള സംഭവം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു നാട്ടിൽ നിന്ന് ഞാൻ നാട്ടിലങ്ങനെ നിന്നിട്ടില്ല. ഇപ്പോഴാണ് ഞാൻ എന്റെ കുറേ കാലത്തിന് ശേഷം നാട്ടിൽ നിൽക്കുന്നവർ ഇപ്പോഴാണ് ഒരു 7-8 മാസമായിട്ട് 9 മാസം ഉണ്ട് നാട്ടിൽ നിൽക്കുന്നത്. ഈ സമയം ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചു. ആളുകളെ തിരിച്ചറിയാൻ പറ്റി. ആളുകൾ എങ്ങനെയാണ്, ഒരാളെയും വിശ്വസിക്കാൻ പാടില്ല. നമ്മുടെ കയ്യിലുള്ള ഒരു സാധനം ഒരാൾക്കും കൊടുക്കാൻ പാടില്ല. നമ്മൾ കൊടുത്താൽ ഒരാൾക്ക് ഞാൻ പറയുന്നത് വെച്ചാൽ ഒരാൾക്ക് കൊടുത്താൽ നമ്മളത് വേണ്ടെന്ന് പറഞ്ഞ് കൊടുക്കുക. തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിച്ച് നമ്മൾ ഒരാൾക്ക് ഒരു സംഭവം കൊടുക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. അതങ്ങനെയാണ്. ഇപ്പൊ എങ്ങനെയാ ഈ ദുബായിൽ നിൽക്കുന്ന ആളുകളും നാട്ടിൽ നിൽക്കുന്ന ആളും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാ? ജെന്യൂൻ കേസ് ഏറ്റവും കൂടുതൽ കേരളത്തിലാണോ അല്ലെങ്കിൽ നാട്ടിലാണോ അല്ലെങ്കിൽ എല്ലായിടത്തും ഉണ്ട്. ഗൾഫിലെന്ന് വെച്ചാൽ എല്ലാം ഒരാളെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. എല്ലാരും അവരുടെ സ്വയം ഇത് നോക്കുന്നവരല്ലേ, ഒരാളെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഒന്നുമില്ല, സമാധാനമായിട്ട് ജീവിച്ചു പോകുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ ഒരാളെ നോക്കുന്നില്ല. ഇല്ല, ഇനിയിപ്പോ അങ്ങനെ ഒരു സത്യമായിട്ട് പറയണമെങ്കിൽ അങ്ങനെ ഒന്നും നോക്കണ്ട എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അപ്പുറം എനിക്ക് വേറെ കുറെ കാര്യങ്ങൾ ചെയ്യണമെന്ന്, എന്റെ കൂടെ പുറപ്പെടുന്നത് നോക്കണം, അമ്മമാരെ നന്നായി നോക്കണം, അല്ലാതെ കുറെ ചാരിറ്റി കാര്യങ്ങളൊക്കെ എന്റെ പൈസ ഉണ്ടാവുകയാണെങ്കിൽ ചാരിറ്റി കാര്യങ്ങൾ കുറെ നോക്കണം, അങ്ങനെയൊക്കെയാണ് എന്റെ ചിന്താഗതി. അല്ല, ഇനി ഭാവിയിലേക്ക് എങ്ങനെയാ ഈ സിനിമ മേഖല അല്ലെങ്കിൽ മറ്റുള്ള മേഖലയിലേക്കൊക്കെ വരാനുള്ള? എനിക്കൊന്നും ഒരു താല്പര്യമില്ല അതിനോടൊന്നും. എല്ലാവരും സോഷ്യൽ മീഡിയയിൽ കുറച്ചങ്ങ് സെറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നോക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ്. അതെ, ബിഗ് ബോസ് വരാൻ പോവാ. അതിലേക്കൊക്കെ ഞാന് അന്ന് വീഡിയോ അയക്കാൻ പറഞ്ഞിട്ട്, സാധാരണക്കാർക്ക് ഒരു വീഡിയോ അയക്കാൻ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ അയച്ചായിരുന്നു. എനിക്ക് അതിൽ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അടുത്ത ഇതിന് പോവാനായിട്ട്. പക്ഷെ ഞാനന്ന് വെറുതെ അയച്ചതാ. ഞാൻ ജാസിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ അയക്കുന്നുണ്ടെന്ന്. അങ്ങനെ അയച്ചു, മെസ്സേജ് വന്നു, പക്ഷെ പോകുന്നില്ല. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാള് ജാസിനെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. ഇപ്രാവശ്യം എന്തായാലും ഉണ്ടാവും ജാസി ഉണ്ടാവും ബിഗ് ബോസിൽ. ജാസി അല്ലെങ്കിൽ ജാസി ഉണ്ടാവും എന്നാണ് കൂടുതൽ അറിയപ്പെടുന്നത്. ജാസി പഴയതിൽ നിന്ന് ഒരുപാട് മാറ്റം വന്നു. ഇപ്പോഴത്തെ വീഡിയോസ് ആണെങ്കിലും ഭംഗിയിലാണെങ്കിലും. അല്ല, പണ്ട് ദുബായിന്ന് നാട്ടിലേക്ക് വന്ന സമയം വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഒരു 70% ആളുകൾ നെഗറ്റീവ് ആയിരുന്നു. പക്ഷെ അത് 30% ആണ് പോസിറ്റീവ്. പക്ഷെ അത് ഇപ്പം ഫുൾ ഏകദേശം 100% പോസിറ്റീവ് ആയിട്ടില്ല. കുറെ ഉണ്ട്, ഒരു 20% ആളുകൾ മാറി. അപ്പൊ അത് മാറിയിട്ടുണ്ടെങ്കിൽ അത് ജാസിയുടെ പോസിറ്റീവ് ആണ്, ആളുകൾ നല്ല രീതിയിൽ പറയാൻ തുടങ്ങി. അപ്പൊ കൃത്യത്തില് ജാസി ഇതേപോലെ തന്നെ സ്ത്രീയായി മാറി എന്ന് പറഞ്ഞിട്ട് ജാസി എന്നെ സ്വയം പറയുകയും ചെയ്തു, ഗർഭിണിയാന്ന് പറയുകയും ചെയ്തു. ആ സത്യത്തിൽ എന്താണ്? എത്ര അടുത്തറിയുന്ന ഗർഭിണിയായിരുന്നോ പെണ്ണായി മാറിയോ? ഗർഭിണിയായാലും നിങ്ങൾക്ക് അറിയത്തില്ല ഒരു ആണിനെ പ്രസവിക്കാൻ പറ്റത്തില്ല. അല്ല, അത് പൊതുവെ നമ്മുടെ വീഡിയോസ് ആണല്ലോ കാണുന്നത്. വീഡിയോസ് കാണുന്ന ഇത് ഈ മണ്ടനാണ്. ഞാൻ മണ്ടനായിട്ടല്ല, സ്വാഭാവികമായിട്ട് ഒരാണ് പ്രസവിക്കില്ല എന്നുള്ളത് വെറുതെ ഇങ്ങനെ പറയുന്നില്ല. അതിപ്പോ സത്യം കാര്യമായിട്ട് എടുക്കും. അതെന്താണ് ഇവരെയൊക്കെ ഒരു സോഷ്യൽ മീഡിയ ഇങ്ങനെ അവർക്ക് എപ്പോഴും ഇങ്ങനെ തിളങ്ങി നിൽക്കണം. അതിനു വേണ്ടി എന്ത് കള്ളത്തരം പറയുന്നത്? കള്ളത്തരം പറയുന്നത് ഞാൻ പറയുന്നില്ല. അത് ഇനി പറയോ ജാസി കള്ളത്തരം ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല ഞാൻ പറയുന്നത് വെച്ചാല്. അല്ല അതല്ല സീരിയസ്ലി ഞാൻ മണ്ടനായതുകൊണ്ടല്ല, കേരളത്തിൽ എല്ലാവരും മണ്ടന്മാരാക്കാണ്. ഓരോന്ന് ട്രോളന്മാർക്ക് ഇട്ട് കൊടുക്കുന്നതാ. ഇപ്പൊ നമുക്ക് കാണുന്ന എല്ലാവർക്കും അറിയാം, നമ്മള് ചോറിലായിരിക്കും, നമുക്ക് എല്ലാവർക്കും അറിയാം ജാസി ഒരു ട്രാൻസ്വുമനാണ്, പ്രസവിക്കാൻ പറ്റത്തില്ല, ഗർഭിണിയാവാൻ പറ്റത്തില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതെ, ആവട്ടെ, അങ്ങനെ ഉണ്ടാവട്ടെ. എല്ലാ ട്രാൻസ്വുമനും ഞാൻ പറയട്ടെ, ട്രാൻസ് വിമൻ ഒരു സ്ത്രീയായി മാറിയെന്ന് പറയുമ്പോഴും അവര് സ്വയം ഞങ്ങൾ സ്ത്രീയായിട്ട് മാറിയെന്ന് പറയുമ്പോഴും സമൂഹം അവരോട് ചോദിക്കുന്ന 2-3 ചോദ്യമുണ്ട്. നിങ്ങൾക്ക് ഗർഭപാത്രം ഉണ്ടോ? നിങ്ങൾക്ക് പ്രസവിക്കാൻ പറ്റുമോ? നിങ്ങളൊരു പൂർണ്ണ സ്ത്രീയാണോ എന്ന് ചോദിക്കുന്നത്. പക്ഷെ അപ്പോഴും ഈ ചോദിക്കുന്ന ഈ സമൂഹം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പൂർണ്ണ സ്ത്രീകളെ എത്ര പേര് കുഞ്ഞുങ്ങളെ അബോർട്ട് ചെയ്ത് കളയുന്നുണ്ട്? എത്ര പേര് കുഞ്ഞുങ്ങളെ ഇപ്പൊ ജനലി കൂടി 19 വയസ്സായി കുഞ്ഞിനെ എറിഞ്ഞില്ലേ? ഞങ്ങളെ വീട്ടിനടുത്ത് ഒരു 2 വയസ്സുകാരിയെ കിണറ്റിൽ എറിഞ്ഞു കൊന്നു. അങ്ങനെ ഇപ്പൊ 1.5 വയസ്സുകാരന് സ്വന്തം അമ്മ
അങ്ങനെ അപ്പൊ അവര് ചിന്തിക്കണം, ഒരു ട്രാൻസ് വുമനൊക്കെ ഒരു കുഞ്ഞിനെ കിട്ടി അവരെ ജീവനെക്കാളും പൊന്നുപോലെ നോക്കും. ഇല്ലേ? ഉദാഹരണമാണ് ഇപ്പൊ മറ്റേ സെബിയ. സെബിയ. അത് സത്യം. കാരണം ഇപ്പൊ സ്വന്തം ഒരു അമ്മ കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തുന്നേക്കാളും അതിനേക്കാളും അപ്പുറം നന്നായിട്ട് ഒരു ട്രാൻസ് വുമൻ ഒരു കുഞ്ഞിനെ കിട്ടിയാല് അവർക്ക് പ്രസവിക്കാൻ കഴിവില്ല എന്നൊരു ഇത് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാത്തിലും ഒരു ഓക്കെ ഈ ആണെന്നാണ്. ട്രാൻസ് കമ്മ്യൂണിറ്റിനെ കുറിച്ച് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ചോദിക്കാം, ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെ ഇടയിലാണ് കൂടുതലും എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവ് ആണല്ലോ. അപ്പം ഇവർക്കിടയിൽ ഇപ്പം ഇന്ന് ഇവര് ഒരാളായിട്ടാണ് റിലേഷൻ എങ്കിൽ നാളെ അത് വേറെ ആളായിട്ടായിരിക്കും, അടുത്ത ദിവസം വേണമെങ്കിൽ ഇവര് തന്നെ വീണ്ടും. ഇവര് തമ്മിലുള്ള ഇതിനൊരു കൺസിസ്റ്റൻസി ഇല്ല എന്ന് തോന്നിയിട്ടുണ്ട്. എനിക്ക് അങ്ങനെ തോന്നും. അതിനെ കുറിച്ച് ഞാൻ എന്താ പറയാ, അല്ല ഇപ്പം സച്ചും കണ്ട് കാണില്ലേ ഒരുപാട് പേര്, ഇന്നിപ്പോ ഞാനും ചേട്ടനും ആണെങ്കിൽ നാളെ നമ്മള് രണ്ടുപേരായിരിക്കും, മറ്റന്നാ അല്ല, ഞങ്ങള് രണ്ടുപേരും. ഞങ്ങളെ കാര്യമല്ലേട്ടോ പറഞ്ഞു, ഉദാഹരണം ഉദാഹരിച്ചതാ. അങ്ങനെ അവര് പെട്ടെന്ന് ബ്രേക്കപ്പ് ആവുന്നു, പാച്ചപ്പ് ആവുന്നു, വീണ്ടും ബ്രേക്കപ്പ് ആവുന്നു. പക്ഷെ അവര് അത് ഈ ജാസിയുടെയും ആഷിയുടെയും കാര്യത്തിൽ ഇതുപോലെ തന്നെ അടി വന്നിട്ട് എന്തോ ഒരു വിഷയമായിട്ടുണ്ടെന്ന്, അതൊക്കെ റിയൽ തന്നെയാണോ അത്? എങ്ങനെ? അല്ല, പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാസി ആഷിയും തമ്മിൽ അടിയായിട്ട് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്ന കാര്യമാണ്. അത് പണ്ട് ഇപ്പൊ ഞങ്ങള് ദുബായിലുള്ള സമയം അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? സംഭവം ഉണ്ടായിട്ടുണ്ട്. അതെ അല്ലെ, അങ്ങനെ ഉണ്ടായിട്ടുള്ളതാണ്. ഈ ജാസി കറക്റ്റ് പെണ്ണായി മാറി എന്ന് പറയുന്നത് അത് ജെനുവിൻ ആണെന്നത്? ജെനുവിൻ അല്ലേ? ജാസി പെണ്ണായി ഫുള്ളായിട്ട് ക്യാരക്ടർ എന്ന് വെച്ചാല് ജാസി ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരാളാണ്. ഇപ്പം സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരാളല്ല. നമ്മളിപ്പോ ജാസിയുടെ വീട്ടിൽ പോയാല് ഒരു ബെഡിലാണ് കിടന്നുറങ്ങുക. ഞാനിവിടെ, ജാസി ഇവിടെ, ആഷി ഇവിടെ, അങ്ങനെ ഞങ്ങൾ കിടന്നുറങ്ങുക. അത്രയ്ക്ക് ഞങ്ങള് കൂടെ അടിപൊളി വീഡിയോയിൽ കണ്ടിട്ടുള്ള അതേപോലെ തന്നെ ഫുഡ് എന്നൊക്കെ വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ഫുഡാണ്. പക്ഷെ ആ ദേഷ്യം ഒന്ന് കണ്ടുപോയാല് പിന്നെ ജാസി പിടിച്ചാ കിട്ടാത്ത ഒരു സംഭവം. ദേഷ്യം വന്നു കഴിഞ്ഞാല് പിടിച്ചാ കിട്ടാത്ത ഒരാളാണ്. പക്ഷെ ആള് നോർമലി ഭയങ്കര ജെന്യുവിനും പാവാണ്. മറ്റുള്ളവര് ജാസി ഇപ്പൊ ഒരുപാട് കഷ്ടപ്പാടും ആളുകൾ നെഗറ്റീവ് പറയുന്നതും അങ്ങനെയൊക്കെ കേട്ട് വരുന്നുണ്ട്. ജാസിക്ക് അറിയാം ഒരാളുടെ മനസ്സിലാക്കാൻ പെട്ടെന്ന് മനസ്സിലായില്ലേ? ശ്രീലക്ഷ്മി അല്ലേ? അറിയാം. അല്ല, അറിയാം, അവര് നല്ല ഫ്രണ്ട്സ്. എന്തോ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. അയ്യോ, ഒന്നുമില്ല, ഇനി അതിനെ വളച്ചൊടിക്കല്ലേ. ഇല്ല, ശ്രീലക്ഷ്മി ഞാന് 2 വട്ടം കണ്ടിട്ടുള്ളൂ. ശ്രീലക്ഷ്മി, അതുപോലെ തന്നെ നമ്മുടെ രേണുസുതിയുടെ മാനേജർ കരിഷ്മ, അവരൊക്കെ നമ്മുടെ ബെസ്റ്റ് വേണ്ട കേട്ടോ. കരിഷ്മ എന്ന വ്യക്തിയുണ്ട്. കരിഷ്മയുടെ ഭർത്താവ് റോസേട്ടൻ, ഭയങ്കര, നമുക്കൊന്നും എൻ്റെ ലൈഫിൽ ഞാന് ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് കരിഷ്മയുടെ ഭർത്താവ് റോസേട്ടൻ. കാരണം നമ്മളെയൊക്കെ ആള് കെയർ ചെയ്യുന്നത്, കാണുമ്പോൾ കെയർ ചെയ്യുന്നതും ആ ഒരു സ്നേഹവും എനിക്ക് ഭയങ്കര സ്നേഹമാണ് അവരുടെ രണ്ടുപേരും തന്നെ കേട്ടോ. ഭയങ്കര ഓപ്പൺ മൈൻഡാണ്. നമുക്ക് എന്തും അവരോട് തുറന്നു പറയാം, എന്ത് തമാശയും പറയാം. രണ്ടുപേരും അടിപൊളിയാണ്. അങ്ങനെ ഒരു ആളുണ്ട്, കരിഷ്മയാണ് ആളുടെ മാനേജർ. രണ്ടുപേരും അടിപൊളിയാണ്. അതിനേറെ റോസേട്ടൻ, റോസ് എന്നാണ് എനിക്കറിയുന്ന, റോസ് എന്നാണ്. വേറെന്ത് പേരുണ്ട്, പക്ഷെ ഞങ്ങൾ വിളിക്കുന്ന റോസ് എന്നാണ്. പക്ഷെ റോസേട്ടൻ അടിപൊളിയാണ്. കാരണം നമ്മളെയൊക്കെ ആളുടെ വീട്ടിൽ പോയാലും, ജാസിയുടെ വീട്ടിൽ വന്നാലും നമ്മളെയൊക്കെ ആളിങ്ങനെ, ആളുടെ ഒരു ഹഗ്ഗിങ്ങിൽ തന്നെ അറിയാം നമ്മളോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് ആൾക്ക്. അങ്ങനെ ഞാൻ രേണുസുതി എന്ന വ്യക്തി, ഞാൻ സോഷ്യൽ മീഡിയ കാണുന്നില്ല, ഞാൻ കോണ്ടാക്ട് ഇല്ല, ഞാൻ ആളെ കണ്ടിട്ടില്ല. ആളിപ്പോ ഇങ്ങനെ ഒരു സംഭവത്തിൽ നിൽക്കുന്ന ആൾ എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു വരും കേട്ടോ. ആള് അത് ഷുവറാണ്. കാരണം അത്രയ്ക്ക് മനസാന്നിധ്യമുള്ള ഒരു പെൺകുട്ടിയാണ്. ചോദിച്ചോട്ടെ, ഇപ്പം പല വിവാദങ്ങളും നടക്കുന്നില്ലേ ഈ ഒരു ഇതിനെ ബേസ് ചെയ്തിട്ട്? അപ്പം സഞ്ജുവിന് എന്താ തോന്നിയേക്കുന്നത്? ശരിയാണോ പറയുന്നത്? ശരിക്കും അസുഖം ഉണ്ടോ? ഇപ്പോഴും പലർക്കും ഡൗട്ടാ. അതെനിക്കറിയത്തില്ല. പക്ഷെ അസുഖം ഉണ്ടെന്നാണ്. അസുഖം ഉണ്ടാവില്ലേ? അല്ലാതെ ആരും നോർമലി ചെന്ന് ഇങ്ങനെയൊക്കെ, ക്യാൻസർ എന്ന രോഗം അത്രയ്ക്കും നമുക്കൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ അയ്യോ അങ്ങനെയാണോ എന്ന് ചിന്തിക്കുന്ന ഒരു സംഭവമല്ലേ. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ക്യാൻസർ 4th സ്റ്റേജ് ആണെന്നാ പറയുന്നത്. എനിക്കറിയത്തില്ല കേട്ടോ അതിനെ കുറിച്ചൊന്നും. കാരണം അത് പറഞ്ഞിട്ട് നമ്മള് എന്തായാലും അങ്ങനെ ആണെങ്കിൽ ആൾ എത്രയും പെട്ടെന്ന്, ഇപ്പം നമ്മുടെ കുറെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ചെന്ന് കണ്ടില്ലേ, അപ്പൊ അവരൊക്കെ പറയുന്ന ക്യാൻസർ ആണെന്നാണല്ലോ പറയുന്നത്. അപ്പൊ സത്യമായിരിക്കും, കള്ളല്ല, അങ്ങനെയല്ല. യെസ്. ഇപ്പോ
നിലവിൽ ഇപ്പൊ നമ്മൾ ഇന്റർവ്യൂ ചെയ്തോണ്ടിരിക്കുമ്പോഴേ പല ആളുടെയും കമന്റ് വരിക ഇങ്ങനെയായിരിക്കും, ഇവനൊക്കെ എന്തിനു വെറുതെ വിളിച്ചിട്ട് ഇന്റർവ്യൂ ചെയ്യുന്നത്, അങ്ങനെ ഒരു കമന്റ് ഇപ്പൊ നമ്മുടെ താഴത്ത് എന്തായാലും കാണാൻ സാധ്യതയുണ്ട്. വേറെ പണിയൊന്നുമില്ല ഇവർക്കെന്ന് ചോദിക്കും, നമ്മളോട് ചോദിക്കും. പക്ഷെ സത്യത്തില് താങ്കളുടെ ഒരു ലൈഫിനെ കുറിച്ചിട്ടൊന്നും അങ്ങനെ ആരും ബോധേഡ് അല്ല, വെറുതെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയാ അല്ലെ. ഇപ്പൊ 5 അമ്മമാരെ നോക്കുന്ന ഒരു നല്ല അടിപൊളി ഒരു 5 അമ്മമാരെ അവര് നോക്കുന്നത്. ഞാൻ പറഞ്ഞ ഭാവിയിലേക്ക് അതും പൊളിച്ചപ്പോ അല്ല ഇയാൾ വലിയ സൗഭാഗ്യോട്ടായിരുന്നു. അല്ല ഞാനിപ്പോ അവര് 4 പേരും വേറെല്ലാണ് വർക്ക് ചെയ്യുന്നത്. 4 പേരും അവിടെയാണ്. ഞാൻ പറഞ്ഞ വെച്ചാല് അവരെ നന്നായിട്ട് എനിക്ക് നോക്കണം. കുറച്ച് കഴിഞ്ഞാല് അവർക്കൊരു അസുഖം വന്നാലോ. താങ്കൾ ഭാവി സ്വപ്നത്തെ കുറിച്ചാണ് പറഞ്ഞത്. എന്റെ അമ്മേനെ പോലെ തന്നെ അവരെയും നന്നായിട്ട് 5 പേരും ഒരേപോലെ. ഞാൻ അങ്ങനെ ഞങ്ങളെ വീട്ടിൽ അങ്ങനെയാണ് കേട്ടോ. ഞങ്ങള് ബ്രദേഴ്സ് ആയിരുന്നാലും പെങ്ങന്മാരായിരുന്നാലും ആങ്ങളമാരായിരുന്നാലും അമ്മമാരായിരുന്നാലും ഞങ്ങൾ ഭയങ്കര സ്നേഹമാണ്. ഒരാൾക്ക് ഒരു ആവശ്യം വന്നാൽ എത്ര പിണക്കവും വഴക്കെന്നൊക്കെ പറഞ്ഞാൽ എല്ലാരും ഒരുമിച്ച് കൂടും. അങ്ങനെ ഒരു ഇതാണ്. ഞാൻ ശരിക്കും ലക്കിയാണ്. കാരണം എനിക്ക് 2 ബ്രദേഴ്സ് ഉണ്ട്, 2 ബ്രദർ ഉണ്ട്. അതിൽ അവർക്കിപ്പം 2 പേരും കല്യാണം കഴിഞ്ഞ് ഭാര്യമാരും കുട്ടികളും ഒക്കെ ആയിട്ടുണ്ട്. പക്ഷെ അവർക്ക് 2 പേർക്കും ഇന്ന് എന്തൊരു സാധനം നല്ലത് കിട്ടിയാലും എനിക്ക് ഒരു പെർഫ്യൂം ആയിക്കോട്ടെ, ഒരു ഷർട്ട് ആയിക്കോട്ടെ, ഒരു മുണ്ടായിക്കോട്ടെ, അവർ പറയും നീ എടുത്തോ എന്നോട് പറയാം അവര്. അങ്ങനെ ഒരു ഭയങ്കര ലക്കിയാണ്. അതൊരു കാര്യം എടുത്തു പറയാന്ന് വെച്ചാല് അതിലൊരു അനുജൻ 2 കല്യാണം കഴിച്ചാണ്. 2 കല്യാണം കഴിച്ചിട്ട് അവന് 4 പിള്ളേരുണ്ട്. ഓട്ടോയാണ് ഓടുന്നവൻ. അപ്പം ഇപ്പോഴത്തെ നമ്മുടെ നാട്ടില് ഓട്ടോയുടെ അത്ര കിട്ടുമെന്ന് അറിയാലോ. അപ്പൊ 2 ഫാമിലിയെ കൊണ്ടുപോകുന്നത്. എന്നിട്ട് ഇപ്പൊ ഞാൻ ഒരിക്കൽ ദുബായിൽ വന്നിട്ട് ഞാൻ 5 വർഷം ശേഷം വരും. ഒന്നിച്ചു കൊണ്ടുപോകുന്നുണ്ടോ? സമ്മതിക്കണം. അതാണ്. അപ്പോ ഞാൻ നാട്ടിൽ വന്ന സമയത്ത് ഞാൻ 5 വർഷത്തിന് ശേഷം നാട്ടിൽ വരുന്നത്. അപ്പൊ എനിക്ക് ഒന്നിനും ഒരു കുറവില്ല. എനിക്കിപ്പോ എന്ത് സാധനം വേണമെങ്കിലും എൻ്റെ പൈസ കഴിക്കാം. പക്ഷേ ഞാൻ പോവാൻ സമയത്ത് അവൻ ഞാൻ പെട്ടി പാക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഒരു പൊതി കൊണ്ടുവന്നു. അപ്പൊ ഞാൻ ചോദിച്ച് എന്തുവാടാ ഇത്? അപ്പൊ അവ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ നിനക്ക് തരാൻ. ഒരു ഷർട്ടായിരുന്നു. കാരണം എനിക്ക് തന്നെ ഷർട്ട് ഒരു 150 ഷർട്ടെങ്കിലും എനിക്ക് കാണും. പക്ഷെ അവൻ ആ ഷർട്ട് കൊണ്ടുവന്നിട്ട് എൻ്റെ കയ്യിൽ ഇത്രേ ഉള്ളൂ. അപ്പൊ എനിക്ക് അറിയാം അവന്റെ പരിമിതി. കാരണം 4 പിള്ളേര് കുട്ടികൾ. പക്ഷെ അവൻ കൊണ്ടുവന്ന ഞാൻ ആ ഷർട്ട് ഇന്നുവരെ ഇട്ടിട്ടില്ല. ഇതുപോലെ തന്നെ വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ കമന്റ് കാണുമ്പോൾ ശരിക്കും ഒരുപക്ഷെ നിനക്ക് നാട്ടുകാർ തല്ലുകിട്ടും, അല്ലെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ തല്ലിട്ടുന്നൊക്കെ. ശരിക്കും ഈ കമന്റിൽ പ്രതികരിക്കുന്ന മാത്രമല്ല, അല്ലെങ്കിൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിന്നെ ആരെങ്കിലും ഇതുപോലെ ഇന്നൊരു ഒരാൾ ഒരു മോശമായിട്ട് തോന്നും. പിന്നെ ചില തെണ്ടി ചെക്കന്മാര് എവിടെ വെച്ചാൽ മരം കൊത്തി എന്ന് വിളിച്ചിട്ട് അങ്ങനെ അതാരാ? അത് കുറെ ചെക്കന്മാരുണ്ട്. മരം കൊത്തി തിരുവനന്തപുരത്താണോ കേട്ടോ. എല്ലായിടത്തും നേരത്തൊന്നും വിളിക്കില്ല. എവിടെയും വെച്ച് കാണുമ്പോൾ മരം കൊത്തി എന്ന് വിളിച്ചിട്ട് പക്ഷെ നിങ്ങൾക്ക് അതൊരു പ്രൗഡായിട്ട് തോന്നിയിട്ടില്ല മരം കൊത്തി വിളിക്കുന്നത്? ഒരു സ്നേഹമുണ്ട് അവർക്ക്. അതൊരു ബ്രാൻഡ് അല്ലേ? അത്രേ ഉള്ളൂ. സോ എനിക്ക് തോന്നുന്നു സ്റ്റിക്കറൊക്കെ വെച്ചിട്ട് പിള്ളേര് കമന്റ് ഇടുന്നുണ്ട് മരം കൊത്തി ഡിസൈൻ. ഒരു വെറൈറ്റി സാധനല്ലേ മരം കൊത്തി എന്ന് പറയുന്നത്. അതിൽ ഞാൻ പണ്ട് ഇങ്ങനെ മുടി ഇങ്ങനെ ചീകിട്ട് ഈ കളർ അടിച്ചുകൊണ്ടിരുന്നപ്പോഴ് അങ്ങനെ കിട്ടി വരണം എനിക്ക്. കളറിംഗ് ഒക്കെ ചെയ്യാറുണ്ടല്ലോ അല്ലെ, വെറൈറ്റികളായിട്ട്. ഓക്കെ. അപ്പൊ അങ്ങനെയൊന്നും ഇതുവരെ ആരെയും തല്ലൊന്നും കിട്ടിയിട്ടില്ല നേരിട്ട്? അങ്ങനെയൊന്നുമില്ല. അല്ലാതെ സ്വാഭാവികമായിട്ട് അത് എല്ലാവർക്കും അങ്ങനെയാണ്. ഇപ്പം സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവർക്കും എന്തോരം തെറി വരുന്നുണ്ട്. നേരിട്ട് കാണുമ്പോൾ അവര് ഈ വെറുതെ ഇരുന്ന് ഇങ്ങനെ കമന്റ് ഇടുന്നതാ. അങ്ങനെ ഒരാളോട് വ്യക്തിപരമായിട്ട് ഒരു ദേഷ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 100%. സത്യല്ലേ? ഞാൻ തൊട്ടുമുന്നെ പറഞ്ഞത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞില്ല. അതായത് താഴത്ത് ഇതുപോലുള്ള ഇവന് ഇന്റർവ്യൂവിന്റെ വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് നീ എന്ത് പറയും? അങ്ങനെ ചോദിക്കുന്നവരോട്, കാരണം അവർക്ക് ഈ കസേര ഒന്നും ഇരിക്കാൻ പറ്റത്തില്ലല്ലോ അല്ലേ? ഒരിക്കലും അല്ല, അവർക്ക് ഒരിക്കലും ഈ കമന്റ് ഇടുന്ന ഒരാൾക്ക് ഈ കസേര എങ്ങനെ ഇരിക്കാൻ, ഈ ക്യാമറയുടെ മുന്നിൽ ഇരിക്കാൻ, ഈ നിങ്ങളുടെ മുന്നിൽ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അവരുടെ ഒരു സിറ്റുവേഷൻ തീർക്കുന്ന അത്രേ ഉള്ളൂ. അങ്ങനെയാണ് അങ്ങനെയുള്ളവരോട് പറയാനുള്ളത്. അത്രേ ഉള്ളൂ. അതൊക്കെ വൈൻഡപ്പ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ടാക്കി ചേട്ടാ. അതെ, പ്രത്യേകിച്ച് എന്താ, പ്രത്യേകിച്ച് എല്ലാരും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ആരോഗ്യത്തോടെ ഇരിക്കുക. എനിക്കും പറയാനുള്ളത്, ഇപ്പം ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, സച്ചിന് നല്ലൊരു ലൈഫ് ഉണ്ടാവട്ടെ, കെയർ ചെയ്യാനൊക്കെ പറ്റുന്ന. എനിക്ക് ഭാവിയിൽ നല്ലൊരു കേക്ക് കപ്പിളൊക്കെ ആയിട്ട് ഇനി പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഈ ആണും പെണ്ണും തമ്മിലുള്ള റിലേഷൻഷിപ്പിനേക്കാളും കൂടുതൽ വിജയിച്ച് കാണാറുള്ളത് പലപ്പോഴും കേക്ക് കപ്പിൾസും ലെസ്ബിയൻ കപ്പിൾസ് ഒക്കെ ഉണ്ട്. അങ്ങനെയുണ്ടോ? അങ്ങനെയുണ്ട്. സ്വന്തമായിട്ട് അഭിപ്രായം പറയാൻ തുടങ്ങിയതാ.
സച്ചിദാനന്ദൻ ഇല്ല ഞാൻ പറയുന്നത് അങ്ങനല്ല. നേരത്തെ ഒരു ചോദ്യം ചോദിച്ചില്ലേ, സച്ചു കല്യാണം കഴിക്കുകയാണെങ്കിൽ അറിയില്ല എനിക്ക്, അതാണ് ചോദ്യം. Right. ഞാൻ കല്യാണം കഴിച്ചാൽ പെൺകുട്ടി തന്നെ കല്യാണം കഴിക്കും, അതെ. അത് സംശയമില്ല. നേരത്തെ ഒരു ചോദ്യം ചോദിച്ചില്ലേ എന്നോട്, നീ ചോദിച്ചില്ലേ ഈ ട്രാൻസ്മിനൊക്കെ ബ്രേക്കപ്പ് ആയിട്ട് ആ ഒരു സംഭവം എന്ന് വെച്ചാല് നമ്മള് ആണും പെണ്ണിലും ഉണ്ട്, പക്ഷെ അവരെന്ന് പറഞ്ഞാൽ ഫാമിലി ബേസ്ഡ് ആയിട്ട് കുറെ അവർക്ക് കാര്യങ്ങളുണ്ട്. ഇപ്പം കുഞ്ഞുങ്ങളായാലും അവർക്ക് പെട്ടെന്ന് ബ്രേക്കപ്പ് ആയിട്ട് പോകാൻ പറ്റത്തില്ല ഇല്ലേ. ഈ ട്രാൻസ് എന്ന് പറഞ്ഞാല് അവർക്ക് ഗേ കപ്പിളായിരുന്നാലും അവർക്ക് പെട്ടെന്ന് പോയാലും പിരിഞ്ഞു പോയാലും പ്രശ്നമില്ല, അവിടെ ബാധ്യതകളൊന്നുമില്ല, കുഞ്ഞുങ്ങളില്ല, കാര്യങ്ങളില്ല, കുടുംബങ്ങളിലോ ഒന്നുമില്ല. ഈ ആണും പെണ്ണും ആകുമ്പോഴേ അവർക്ക് കല്യാണം കഴിഞ്ഞവർക്കാണെങ്കിലും ബ്രേക്കപ്പായി പോകണമെങ്കിൽ പിരിഞ്ഞു പോകണമെങ്കിൽ ഒരുപാട് പ്രൊസീജിയറില്ലേ. ഇപ്പൊ കുഞ്ഞുങ്ങളാണെങ്കിലും വീട്ടുകാരാണെങ്കിലും സമൂഹങ്ങളിൽ അങ്ങനെ കുറെ കാര്യങ്ങളില്ലേ. അപ്പൊ രണ്ടും രണ്ട് വ്യത്യാസമുണ്ട്, ഒരുപാട് ഡിഫറെന്റ് ഉണ്ട്. എന്തായാലും നല്ലൊരു കുടുംബജീവിതം സച്ചിന് ഉണ്ടാവട്ടെ. അതെ, തീർച്ചയായിട്ടും. ഇനിയും ഭാവിയിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഷോപ്പൊക്കെ വലുതാക്കി എല്ലാവരും അറിയപ്പെടുന്ന ജാസി ഇപ്പൊ എല്ലാവരും സ്നേഹിച്ചു തുടങ്ങിയതുപോലെ തന്നെ സച്ചുവിനെ എല്ലാവരും പരിപൂർണമായിട്ട് സ്നേഹിക്കട്ടെ. മരംകൊത്തി എന്ന് പറയുന്നത് നീ ഒരിക്കലും നെഗറ്റീവായിട്ട് കാണേണ്ട ആവശ്യമില്ലാന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു പോർഷൻ ഉള്ളതുകൊണ്ട് തന്നെയാണ് നീ ഇന്ന് ഇവിടെ ഈ കസേരയിൽ നമുക്കൊപ്പം ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. വലിയൊരു സക്സസ്ഫുൾ ഫ്യൂച്ചർ തന്നെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു സച്ചു. ഇത്രയും എന്ന് വെച്ച് കഴിഞ്ഞാല് നീ തിരുവനന്തപുരത്ത് നിന്ന് ഇത്രയും ദൂരം വന്നിട്ടാണ് നമുക്കൊപ്പം ഇരിക്കുന്നത്. അത് നമ്മൾ തീർച്ചയായിട്ടും അവന് സ്നേഹം കൊണ്ട് പൊതിയുന്നു. ഓക്കെ, അപ്പൊ നല്ല ലൈഫ് ഇടവട്ടെ. താങ്ക് യു സോ മച്ച്. ഓക്കെ.